മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റലിന്റെ ജീർണാവസ്ഥ പരിഹരിക്കണം. ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് SFI വിദ്യാർത്ഥി നേതാക്കൾ. വർഷങ്ങൾ പഴക്കമുള്ള മെൻസ് ഹോസ്റ്റലിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഗാന്ധിനഗറിലുള്ള പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ യോഗവും നടത്തി. MBBS വിദ്യാർത്ഥികളും B.Pharm വിദ്യാർത്ഥികളുമടക്കം 300ഓളം പേർ താമസിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ്. കാലപ്പഴക്കത്തിൽ ജീർണാവസ്ഥയിലായ കെട്ടിടത്തിൽ ഭയത്തോടെയാണ് വിദ്യാർത്ഥികൾ കഴിയുന്നത്. കെട്ടിടത്തിന്റെ പലയിടത്തും മുകൾ ഭാഗത്തു നിന്നും കോൺക്രീറ്റ് പാളികൾ അടർന്ന് ദിവസവും താഴേക്ക് വീഴുന്ന പതിവാണ്. കെട്ടിടം ചോർന്നൊലിക്കുന്നത് മൂലം അപകടാവസ്ഥയിലായ മെൻസ് ഹോസ്റ്റലിൽ ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. ഭിത്തിയിലെ നനവ് മൂലം ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ മറുഭാഗത്ത്. കഴിഞ്ഞയിടെ വിദ്യാർത്ഥിയുടെ ദേഹത്ത് കോൺക്രീറ്റ് പാളി അടർന്നു വീണ് പരിക്കു പറ്റിയിരുന്നു. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ, പൊതുമരാമത്ത് വകുപ്പ് എന്നിവരെ ബോധിപ്പിച്ചിട്ട് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. അന്ന് മുതൽ ആ ഹോസ്റ്റൽ എങ്ങനെയാണോ അതിന് താഴോട്ടാണ് ആ ഹോസ്റ്റലിൻ്റെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ദിവസം രാത്രി പോലും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത അന്തരീക്ഷമാണ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്നുള്ളത്. മെൻസ് ഹോസ്റ്റലിൻ്റെ അവസ്ഥ പറയാനാണെങ്കിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ മേളിൽ നിന്ന് ഇടിഞ്ഞ് തലയിലേക്ക് വീഴും എന്നുള്ളൊരു മനസ്സിലൊരു പേടിയോടുകൂടെ ഭീതിയോടുകൂടെയാണ് ഓരോ വിദ്യാർത്ഥികളും ഇന്ന് ആ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ കിടന്നുറങ്ങുന്നത്. ആ ഒരു അവസ്ഥയ്ക്ക് നമുക്കൊരു മാറ്റം വരണം. ഇപ്പോഴുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ 2 ബ്ലോക്കാണുള്ളത്. 2 ബ്ലോക്കിലും ജനൽ മുതൽ വാതിൽ വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിള്ളലായിരിക്കും. ഒരു ബാത്റൂമിൽ കയറാൻ നിന്ന് കഴിഞ്ഞാൽ ടൈൽ പൊട്ടാത്തതായിട്ടോ പൈപ്പ് തിരിയാത്ത അവസ്ഥയിലുള്ള ബാത്റൂമുകൾ മാത്രമേ ഇന്ന് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലുള്ളൂ. ആ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് മാറ്റം വരുത്തണം. നമ്മൾ നടത്തുന്ന പഠനം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ സേവിക്കാനാണ്. ആ മനുഷ്യരെ സേവിക്കാൻ വേണ്ടി പഠിക്കുന്ന ഓരോ ഡോക്ടറിന് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഇന്ന് താമസിച്ച് വരുന്ന ഒരു ഹോസ്റ്റലിൽ ജീവന് ഭീഷണി മുഴക്കുമ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ നമുക്ക് കഴിയണം. ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കണം. ഇതിനു വേണ്ടി ഒരു നടപടി നമ്മളുടെ അധികാരികളിൽ നിന്ന്, കണ്ണടച്ച് നിൽക്കുന്ന അധികാരികളിൽ നിന്ന് നമുക്ക് വേണം. അതിനു വേണ്ടിയുള്ള സൂചന മാത്രമാണ് ഇന്നത്തെ സൂചനാ സമരം. ഇന്നത്തെ സൂചനാ സമരത്തിന് ശേഷം ഇതിനു വേണ്ട നടപടികൾ നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിലും വലിയൊരു സമരത്തിലേക്കും ഇതിലും വലിയൊരു സ്ട്രൈക്കിലേക്കും ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഭാവം മാറിയിരിക്കും. എന്നിട്ട് ഇതിനൊരു വ്യക്തമായ ഒരു കാര്യം നേടിയെടുക്കാതെ നമ്മൾ ആരും പിന്നോട്ട് പോകുന്നില്ല. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച പരാതികൾക്ക് അധികൃതർ വില കൽപ്പിക്കുന്നില്ലെന്നും വിദ്യാർത്ഥികളുടെ ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കാൻ കഴിയില്ലെന്നും അധികൃതർ അലംഭാവം കാണിച്ചാൽ സൂചനാ സമരത്തിന് പകരം ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വിദ്യാർത്ഥി നേതാക്കൾ പറഞ്ഞു. ഹോസ്റ്റലിലെ ശുചിമുറിയും പൈപ്പ് കണക്ഷനും എല്ലാം നാശാവസ്ഥയിലാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതുമൂലം തെരുവ് നായയുടെ ഉൾപ്പെടെയുള്ള ശല്യം ഹോസ്റ്റലിൽ വർദ്ധിച്ചു വരികയാണ്. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ 2ാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് അബൂബക്കർ, SFI നേതാക്കളായ മുഹമ്മദ് ആദിൽ, ഹാരിസ് ഹുസൈൻ, യൂണിറ്റ് പ്രസിഡന്റ് നവനീത് എന്നിവർ സംസാരിച്ചു. അധികൃതർക്ക് നൽകിയ പരാതിക്കും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കൂടുതൽ സമരവുമായി മുന്നോട്ട് വരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. i4U ന്യൂസ്, ഏറ്റുമാനൂർ.